ഞാൻ വണ്ടി ഓടിക്കാന്ന്. അപ്പോഴാണ് ചില ന്യൂസുകൾ ഇങ്ങനെ യൂട്യൂബിലെ കൂടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ചില ന്യൂസുകൾക്കിടെ സ്പോട്ടിൽ മറുപടി പറഞ്ഞെങ്കിൽ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് ഇന്നലെ ഒരു മാധ്യമത്തിന്റെ ചർച്ച ഞാൻ കണ്ടു. എന്താ കണ്ടത്? കുറെ കോൺഗ്രസ് വിരുദ്ധ ശക്തികളെ കൊണ്ടുപോയിട്ട് അവരെ അവിടെ കൊണ്ട് ഇരുത്തുക. എന്നിട്ട് ഇവരുടെ ഒരു പേരങ്ങ് സങ്കല്പിക്കുക. എങ്ങനെ? ഇതാ രാഷ്ട്രീയ നിരീക്ഷകൻ, ഇത് വലതുപക്ഷ ചിന്തകൻ, ഇത് കോൺഗ്രസ് അനുഭാവി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഇപ്പൊ ഗർഭം കലയ്ക്കും ഗർഭം ഉണ്ടാക്കിയത് 60 വയസ്സും 110 വയസ്സും 70 വയസ്സും പിന്നെ 16 വയസ്സിന്റെ ഗർഭമൊന്നും എവിടെയും കിട്ടിയില്ല, അതൊക്കെ ഫ്ലോപ്പായി. ഇപ്പൊ അന്വേഷണം തന്നെ അങ്ങ് നിർത്താൻ വേണ്ടി പോക്കാം. ആർക്കും പരാതിയില്ല. ഈ ആദ്യം ആരോപണം ഉന്നയിച്ച 3 സ്ത്രീകൾക്കും പരാതിയില്ല എന്ന് തന്നെ അവരും പറയുന്നത്. അപ്പൊ ഏതായാലും ഇത് ബെയിൻഡപ്പിലേക്ക് എത്തി. ഇനി മറ്റൊരു കുത്തിത്തിരിപ്പിലേക്കായി വരും പോകുന്നത് എന്താ? സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വികാരമുള്ള പല പ്രവർത്തകരും പലതരത്തിലും വികാരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികം. പക്ഷെ അതിനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ഷാഫി ഗ്രൂപ്പ്, ഇത് വി ഡി സതീശൻ ഗ്രൂപ്പ്, അത് രാഹുൽ ഗ്രൂപ്പ് ഇങ്ങനെ വേർതിരിഞ്ഞ് വേർക്കടിക്കുന്നു. എന്തേ ഇങ്ങനെ വേട്ടിയാടുന്നതൊക്കെ പറഞ്ഞ് ഇവന്റെ ഒക്കെ വൃത്തികെട്ട നിലപാട് കോൺഗ്രസുകാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറ്റത്തരം അങ്ങ് വിളിച്ച് പറയാ. ഈ നാറിയ മാധ്യമത്തോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നീ എന്നും ഉദ്ദേശിക്കുന്ന തരത്തിലല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ. ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല വിഷയങ്ങളും ഉണ്ടാകും. അത് ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ വിഷയത്തിനകത്ത് 2 അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ജനാധിപത്യ സൗന്ദര്യ. അതിനെ പ്രതിഷേധിക്കാനുള്ള അവകാശമായിട്ടും ഈ പാർട്ടിക്ക് ഉണ്ടടാ ചെറ്റകളെ. അല്ലാതെ നീയൊക്കെ പറയുന്നത് പോലെ നിന്റെയൊക്കെ വിടുവായിട്ടം കേട്ടിട്ട് അങ്ങ് ഒളിച്ചു പോകുന്ന പാർട്ടിയൊന്നും അല്ല ഇത്. നിനക്കതും വേറെ പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയി നോക്കടാ. ഈ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്ത്, അതിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടാടാ? ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ സർക്കാരിന്റെ കൊള്ളക്കെതിരെ നിങ്ങൾക്കൊരു ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടാണോ? നിങ്ങൾക്ക് ഇവിടെ എത്ര സാധനത്തിന് വില വർദ്ധിപ്പിച്ചത് ഈ അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ വെച്ചോ ചർച്ച? ഇല്ല. നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പറകെ പോക്കുക അല്ലേ? എന്നിട്ട് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ, സതീശൻ ഇങ്ങനെയാക്കി, രാഹുലിനെ ഇങ്ങനെയാക്കി, ഷാഫിനെ അങ്ങനെയാക്കി. അത് കോൺഗ്രസ് പ്രകാരം ചേർന്ന് ഏറ്റുമുട്ടി. അതെന്താ ഏറ്റുമുട്ടി? എന്റെ ഒരു 10 മരണപ്പെട്ട് അല്ലേ? അങ്ങനെയും കൂടി കൊടുത്താളാ? നാണോ മാനോ ഉളുപ്പില്ലാതെ ഞങ്ങളെ കയ്യിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക കേട്ടാ. ഞങ്ങൾ രൂക്ഷമായിട്ട് വിമർശിക്കും. അത് ഞങ്ങളെ കുടുംബ കാര്യങ്ങളാണ്. അതിനെന്താ നിങ്ങൾക്ക് എന്താ ഇടപെടേണ്ട ആവശ്യം? നിങ്ങൾ കുറെ കാലം കെറുപ്പം നോക്കി നടക്കുന്നു വൃത്തികെട്ടവന്മാറ് അല്ലേ? എന്നിട്ട് കിട്ടിയില്ല ആരെയോ? കിട്ടിയില്ലടാ. ഇനി വേണ്ടിക്ക് നിങ്ങളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പറ. എന്നിട്ടെങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടി നോക്ക്. നാണം കെട്ടവന്. എവിടുന്ന് ഒരു മരം മുറിച്ചാണ് ഒരു കൊള്ളക്കാരൻ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്തൊരു ഒരു എന്താ പറയുന്ന ഒരു വോയിസും പുറത്തു വിട്ടിട്ട് ഇതാ പരാതിയുണ്ട് പുരാതിയുണ്ട്. എവിടെയാടാ നാണം കെട്ടവനെ നിന്റെയൊക്കെ പരാതി? എന്നിട്ട് ഇപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ ഇപ്പൊ ഇന്നലെ മുതൽ പുതിയ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ എടുത്തോണ്ട് ഇത് കണ്ടോ, ഇത് സോഷ്യൽ മീഡിയ കോൺഗ്രസിന്റെ എന്താ പറയാ IT സെല്ലിൽ നിന്ന് വന്നത് അത് ഷാഫി വിരുദ്ധ, ഇത് വി ഡി സതീശൻ വിരുദ്ധ. എടാ അങ്ങനെ ഇല്ലടാ ചച്ചകളെ. ഈ പാർട്ടിന്റെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാനിട്ടാ. അതൊന്ന് പോയി പഠിക്കടാ. 140 വർഷമാണ് ഈ പാർട്ടി ഉണ്ടായിട്ട്. ആ കാലം തൊട്ടും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടടാ. ഞങ്ങളെ നേതാജിക്കും പിന്നെ ഗാന്ധിജി കട്ടക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടടാ. സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഒരു നേതാവ് പറഞ്ഞ് തല്ലിയിട്ടാണെങ്കിൽ തല്ലിയിട്ട് തന്നെ സ്വാതന്ത്ര്യം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ സഹിഷ്ണുതയോടെ സ്വാതന്ത്ര്യം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാലം തൊട്ടുണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ. അതൊക്കെ ഞങ്ങളെ നല്ലതിന് വേണ്ടി തന്നെയാ. അപ്പൊ അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടാക്കണം. തീട്ടം നിന്ന് പണിയെടുക്കല്ല നിങ്ങൾ, ആ ബുദ്ധി കാണിക്കല്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നടക്കുന്നത് പോലെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതുപോലെ വാക്ക് തർക്കങ്ങളോ മറ്റൊരു പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അതിന്റെ ഒന്നും അഡ്രസ് പോലും രാജ്യത്തുണ്ടാവുമോ? പക്ഷെ ഞങ്ങളും ഇത്ര മാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടും ഇന്നും ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനം ഇതുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയാ. ജനാധിപത്യം ഞങ്ങളെ മനസ്സിലാക്കി ഉള്ളത് കൊണ്ടാ. അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ വകവച്ച് കൊടുക്കുന്നത് കൊണ്ടാ. അത് മനസ്സിലാക്കിയാ മതിയടാ. അല്ലാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഞങ്ങൾ പറയുന്ന വാക്കിനടുത്ത് ഒരുപക്ഷെ അതിന് കടന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നുള്ളത് കൊണ്ട് എന്റെ നേതാവല്ലാണ്ടാവുക. എന്റെ നേതാവ് തന്നെയാ വി ഡി സതീശൻ. തർക്കം നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായ? അപ്പൊ അതൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇതാ കോൺഗ്രസിന്റെ ആൾ സൈബറിനകത്ത് നിന്നിട്ട് ഇങ്ങനെയും കാക്കുന്നു എന്ന് പറയുമ്പോ എന്താ ഞങ്ങളെ തള്ളി പറയുന്ന കേശോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ?
ഞാൻ ഇതിനും വലിയ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചില നേതാക്കന്മാർക്ക് അറിയാം. എന്തുകൊണ്ടാ? പാർട്ടിന്റെ അകത്തൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി നല്ല ലെവലിൽ പോകാൻ വേണ്ടി അവരെ പ്രതിഷേധ അത് അറിയിച്ചോട്ടെ. അത് അറിയിക്കാനുള്ള റൈറ്റ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ രാഹുൽ പറഞ്ഞിട്ടില്ലേ? രാഹുൽ ഗാന്ധി ശ്രീമാൻ എന്താ പറഞ്ഞത്? എന്നെ പോലും വിമർശിക്കാനുള്ള റൈറ്റ് എന്റെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്, എന്റെ അനുയായികൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ ഭാഗത്ത് വീഴ്ചകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം എന്ന് പറഞ്ഞിട്ടില്ലടോ? അത്തരം ഒരു എന്താ പറയുക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ലാതെ ഏകാധിപത്യത്തെ പോലെ ഏതെങ്കിലും പാർട്ടി മറ്റേ CPM-ന്റെ നേതാക്കന്മാർ തൂറി വെച്ചിട്ടാകുമ്പോ അത് പാൽ പായസ എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെ എടുത്ത് വിഴുങ്ങുന്ന ഒരു അണികളുള്ള പാർട്ടി അല്ലടാ ഇത്. ഏതെങ്കിലും നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ തൂറി വെച്ചിട്ട് പാൽ പായസം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പറയും അത് തീട്ടാണ്, നീ തൂറിയതാ പായസമല്ല എന്ന് പറയും. അതിനുള്ള ചങ്കൂറ്റം, അതിനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലാക്കിക്കോ കേട്ടാ. ഇന്ദൽ ബാബ് കേട്ടാ. അതുകൊണ്ട് ഇതൊക്കെ നാലാക്കി മടക്കി പോക്കറ്റങ്ങിട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയാം. ഈ കേസൊക്കെ ഒന്ന് ബൈൻഡപ്പ് ചെയ്യട്ടെ. നിന്റെയൊക്കെ 70 വയസ്സും 80 വയസ്സുള്ളവരൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നീയൊക്കെ അത് ആരെയാണെന്ന് ചോദിക്കണം. ആ പറഞ്ഞവരൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ കുത്തിപ്പിടിച്ചിട്ട് പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് നിങ്ങൾ സമസ്ത മാപ്പ് പറയാൻ നിങ്ങൾ. മനസ്സിലായ? നാണം കെട്ടവർ എന്തൊക്കെ അങ്ങ് തട്ടി വിട്ട് ഒരു 100 കണക്കിന് സ്ത്രീകൾ. ഇത് ഞാൻ വെച്ച് രാഹുൽ എന്താ ഇത്ര വലിയ ആളാ? കണ്ട കേരളത്തിലെ സ്ത്രീകളൊക്കെ ലൈംഗിക താല്പര്യം പിടിച്ച് നടക്കുന്നവരാ. അറിയാ അങ്ങനെ ഉറച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നാണം കെട്ടവരെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഉളുപ്പ് വേണ്ടത് എനിക്കൊക്കെ വേണ്ടേ? എന്നിട്ട് ഏതെങ്കിലും ആരും ഇതുവരെ പരാതി കൊടുത്തോ? അതുമില്ല. ഇനി കൃത്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയണം. ആ നാണം കെട്ട മൊട്ടയടക്കം. മനസ്സിലായ? എന്നിട്ട് ഇപ്പൊ പുതിയ ഉടായ്പുമായിട്ട് വരുന്നു. വേഗം വെച്ചിട്ട് സതീശൻ ഗ്രൂപ്പ് വേറിയാക്കി, സാബിബ് ഗ്രൂപ്പ് വേറിയാക്കി. എന്നിട്ട് അതിനകത്തുള്ള എന്താ പറയില്ലേ സൈബർ അറ്റാക്കുകൾ, സൈബർ ഗുണ്ടകള്. എന്ത് ഗുണ്ടകള്? ഞങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് എവിടെ കിട്ടുന്നോ അവിടെ പറയുന്നു. അത് ഞങ്ങളുടെ നേതാക്കന്മാർ അതിൽ ശരിയുണ്ടെങ്കിൽ ഉൾക്കൊള്ളുന്നു, തെറ്റുണ്ടെങ്കിൽ അവർ അവോയ്ഡ് ചെയ്ത് അവരവരേക്ക് വഴിക്ക് പോകുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ലാതെ ഞങ്ങളെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി മാഷാള്ള സ്റ്റിക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊന്നും ഞങ്ങളുടെ പാർട്ടിയോ നേതാക്കന്മാരോ അയക്കത്തൊന്നുമില്ല. ആ ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര കൃത്യമായിട്ട് വിമർശിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ നീയൊക്കെ പടച്ചു വിടുന്ന കഥകൾ അല്ലേ? ടാക്സിനെ വെല്ലുന്ന വിധത്തിൽ നാണം കെട്ട വർഗങ്ങൾ. ഇതുപോലെ തന്നെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കേസറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കോയമ്പത്തൂരേക്ക് പോയേ. അവസാനം മറ്റോന് മുണ്ട് പൊക്കിയെന്ന് കാണിച്ചാന്ന് ബാക്കറി സൈഡ്. അതും TV പകർത്തിയില്ല തിരിച്ചിങ്ങോട്ടേക്ക് വന്നേ. ആ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, ഇല്ലേ? ഊളുപ്പ് കെട്ടവരെ. എന്നിട്ട് ശൈവരത്തിൽ കൃത്യമായിട്ട് പ്രതികരിച്ചവരെ പേരിലേക്ക് എങ്ങനെ ഇവര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇത്രമാത്രം പീഡിപ്പിച്ച ഇവന് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലായ? ആരെയാ പീഡിപ്പിച്ചെന്നുള്ള കാര്യം അത് ചോദിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. മനസ്സിലായ? പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടാ. നിന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒന്നും ആ സംസ്കാരത്തിലേക്ക് താവാൻ ഇപ്പം കഴിയാത്തതിന് താവേണ്ടി വന്നാൽ താവും, അത് വിഷയം വേറെ കേട്ടാ. അത് ഫുള്ള് എവിഡൻസ് വരട്ടെ. ഉളുപ്പ് കേട്ട വർഗങ്ങൾ 60 വയസ്സുള്ളവർ അങ്ങ് പീഡിപ്പിച്ചു പോലും. ഇപ്പം തിരുവനന്തപുരത്ത് നടക്കുക ഒരു 60 വയസ്സുള്ള തള്ള ഒരു പെണ്ണുങ്ങളെ തപ്പി നടക്കുന്നുണ്ട്. ചില നാണം കെട്ട വർഗങ്ങൾ ഒരു പരാതിയെങ്കിലും എഴുതിക്കൊണ്ട തൽക്കാലം അത് ലൈവിൽ നിർത്തിക്കട്ടെ 1-2 മാസം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ? അതും കിട്ടുന്നില്ല ഇപ്പോ. മുമ്പൊക്കെയാണ് കുറച്ച് കാശ് കൊടുത്താൽ കിട്ടുമല്ലോ. ഇപ്പൊ ജനങ്ങൾക്ക് ബോധം വെച്ച്. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സത്യങ്ങൾ പുറത്തു വരും എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായി. കാരണം ഈ കാലം അങ്ങനെയാ. കാലം മാറി. എന്നിട്ട് ഈ നാറികൾക്ക് മാറിയിട്ടില്ല. എന്നിട്ട് പറയുമ്പം പറയും ജനാധിപത്യത്തിന്റെ 4ാം തൂണാ പോലും ഈ നാണം കെട്ട മാധ്യമ പ്രവർത്തനം. എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? മുത്തച്ചിപ്പിന്റെ കഥ എഴുതാ പോയിട്ട് ബാലരമേലറ്റോ. അതാ നിങ്ങൾക്ക് പറ്റിയ പണി കേട്ടാ. ഒരു ഇതും ഇല്ലാണ്ട് ഉളുപ്പ് കെട്ട വർഗങ്ങൾ അങ്ങ് എഴുതി പിടിപ്പിക്കുക. എന്നിട്ട് ഇപ്പൊ പുതിയ കഥ രചിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ഇതിന്റെ അവസാനത്താനായി. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ പണി വരുന്നുണ്ടടാ അവറാച്ച. ഇതൊന്ന് അവസാനിക്കട്ടെ. മനസ്സിലായ? ഈ 60 വയസ്സ് പെണ്ണും ഈ നിങ്ങൾ ഈ പറഞ്ഞ 18 വയസ്സ് പെണ്ണിനെയൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കിയത്. പുറത്തു കൊണ്ട് കാണിക്കണം, ഇല്ലെങ്കിൽ അനുഭവിക്കും. അതിനും മറിച്ചൊരു വാദങ്ങൾ ഉണ്ടാവുമല്ലോ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ കേട്ടാ. പിന്നെ പറയുന്നു എന്തുകൊണ്ട് അവൻ പരാതി കൊടുത്തില്ല
എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? ഇവരെ കണ്ടെത്തല സൗകര്യമില്ല. അങ്ങനെ എന്തേ കൊടുക്കാൻ നിർബന്ധമുണ്ടാ? അവന്റെ പേരിൽ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവനെ അതിന് പൈസ തഞ്ചേണ്ടടാ, ആൺകുട്ടിയടാവ്. പിന്നെ എങ്ങനെയാ പരാതി കൊടുക്കണം പറയുന്നത്? എങ്ങനെ മഹാരാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ, ഏതെങ്കിലും ഒരു പെണ്ണ് ഇവന്റെ പേര് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ? അല്ലാതെ ഈ മലമുറി കാറ്റ് കള്ളൻ, ആ തെമ്മാടി പുറത്തുവിട്ട ഒരു എഡിറ്റ് ചെയ്ത എന്താ പറയേണ്ട ഒരു വോയിസ് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടോ എനിക്ക് പരാതിയുണ്ട്, അല്ലെങ്കിൽ ഞാനിതാ വരുന്നു, എന്നെയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. തികച്ചും ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വകാര്യതയല്ലേ അത്? ആ സ്വകാര്യതയിലേക്ക് കടന്നു കയറ്റാൻ അത് ആരെ ചോർത്തിയത്? ആര് ചോർത്തി? അപ്പൊ അത്രമാത്രം മാറാൻ മറ്റൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞ് ഒരു ഉളുപ്പില്ലാതെ എത്തി നോക്കാൻ മടിയില്ലാത്ത നാണം കിട്ട നീയല്ലടാ ഏറ്റവും വലിയ വ്യഭിചാരി, ഏറ്റവും വലിയ ദ്രോഹി അല്ലേ? മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുക. എന്നിട്ട് ആ പാവത്തിന് കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് വേട്ടിയാടി ഒരു പൂടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ക്രൈംബ്രാഞ്ചിലെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വമേധയാ വന്നെങ്കിൽ ഇവിടെ കൊടുത്ത പരാതി 100 കണക്കിന് കെട്ടിക്കിടക്കുക. അത് പുള്ളിക്കാരിക്ക് നോക്കാൻ, അതിന് തീർപ്പ് കൽപ്പിക്കാനോ സമയമില്ല. എന്നിട്ട് ഒരു പരാതിയും ഇല്ലാതെ ഇദ്ദേഹത്തിന്റെ രാഹുൽ മാക്കുട്ടന്റെ പേരിൽ ഇങ്ങനെ ഏതോ ഒരു ഊള ചാനല് ഒരു തന്തയില്ലാത്ത ന്യൂസ്, ഫേക്ക് ന്യൂസ് ഒരു വോയിസ് അങ്ങ് വിട്ടപ്പോ ഉളുപ്പ് കെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് സ്വയം ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കുക. എന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാൻ വിടുക. എന്നിട്ട് കേരളത്തിൽ ഒന്നും കിട്ടാനൊക്കെ ഉടനെ അങ്ങ് ഗർഭം കലക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാംഗ്ലൂരിലെ മുഴുവൻ ഹോസ്പിറ്റലായിട്ട് കയറി ഇറങ്ങുക. കേരളത്തിലെ ക്രൈംബ്രാഞ്ചിൽ ഒരു ഗതികേട് നോക്കിയ നിങ്ങൾ. എന്നിട്ടും കിട്ടിയോ പരാതി? ഇല്ല. ഇനി ഇവരങ്ങ് പോയി ഇതെന്താ അങ്ങനെ നടന്നു നോക്കട്ടെ, ഇതെന്താ എടുത്തങ്ങ് കൊടുക്കുക ചെയ്യുക? ഈ രാജ്യം ഒരു നിയമവാശിയുള്ള രാജ്യമല്ലേ? ഇവറ്റകൾക്ക് എന്നാ നേരം വെളുക്കുക? ആ ദിനേശ് വീട് ചുറ്റി വലിക്കുന്ന കാലത്തുള്ള ലോകമല്ല ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ച് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് വിറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യം അവർ കൊടുക്കൂ എന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മതി നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി കാര്യം കഷ്ടം എന്നുള്ളത് എന്ത് പറയാനാ?